സ്വീകരിച്ചിട്ടുണ്ട്, അവരോട് ഇടപാട് നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത് എന്ന് ആവേശത്തോടുകൂടി മനസ്സിലാക്കുന്നവനാണ് മുസ്ലിം. ഹിന്ദുവിനെ കണ്ടുകൂടാ, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, അവനുമായി ബിസിനസ്സിൽ ഷെയറായിക്കൂടാ, അവനെ കല്യാണത്തിന് വിളിച്ചുകൂടാ, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ, അവനെ കണ്ടുകൂടാ, സൗഹാർദ്ദം പാലിച്ചുകൂടാ, അവനെ സഹായിച്ചുകൂടാ, അവന്റെ കടം കൊടുത്തുകൂടാ, വാങ്ങിക്കൂടാ എന്നൊന്നും ഇസ്ലാമിലില്ല. എല്ലാ മനുഷ്യത്വപരമായ സഹായങ്ങളും സൗഹാർദ്ദങ്ങളും വേണം. പക്ഷേ ആശയങ്ങൾ ആശയങ്ങളായി നിലനിൽക്കണം. ആശയങ്ങൾ എനിക്കെന്റേത്, അവർക്കവരുടേത്. ഒരു കലാപങ്ങളും വേണ്ട. അവരവരുടെ ആശയങ്ങളുമായി സമാധാനത്തിൽ മുന്നോട്ട് പോകട്ടെ. മുസ്ലിമിന്റെ നമസ്കാരം അവരും തടസ്സപ്പെടുത്തണ്ട, അമ്പലത്തിൽ കയറി ആരും തടസ്സമുണ്ടാക്കണ്ട, ആരുടെയും ഒരു ആരാധനാ ചടങ്ങുകളെയും ആരും പോയി തകർക്കാനോ ആക്രമിക്കാനോ നിൽക്കണ്ട. അതാണ് മനുഷ്യർ തമ്മിൽ നിൽക്കേണ്ട സൗഹാർദ്ദം. അതല്ലാതെ മതസൗഹാർദ്ദം എന്ന് ഓമനെ പേരിട്ടിട്ട് ആദർശങ്ങൾ ശിർക്ക് തൗഹീദായി, അതുപോലെ തന്നെ തൗഹീദിനെ ശിർക്കാക്കി അങ്ങനെ മാറ്റുന്ന ആ നിലക്ക് ശിർക്കിൽ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കാതെ മനസ്സിലാക്കാനാണ് ഒരൽപ്പനേരം അതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്കഥ പലരും ഇന്ന് പല രൂപത്തിലുള്ള വഴിതടയലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ മീലാദ് ഘോഷയാത്ര നടത്തിക്കൊണ്ട് പാവപ്പെട്ട ഗർഭിണികളായ ഉമ്മമാരുടെ പ്രസവത്തിന് തടസ്സം നിൽക്കുന്ന, അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾ ആസ്പത്രിയിലെത്താൻ തടസ്സമുണ്ടാക്കുന്ന, എയർപോർട്ടിലേക്ക് സമയത്തിനെത്താൻ വേണ്ടി നെട്ടോട്ടമോടുന്ന യാത്രക്കാരുടെ യാത്രക്ക് ദുഷ്കരത്വമുണ്ടാക്കി തീർക്കുന്ന നബിദിന ഘോഷയാത്രകൾ മുതൽ ഇപ്പോൾ ഇതാ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിവാഹ മാമാങ്കങ്ങളോടനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ബൈക്ക് റൈസ് വരെ അനിസ്ലാമികമാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ചെയ്തു പോകരുത്. മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുകയാണ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് കല്യാണത്തലേന്നും കല്യാണത്തിന്റെ ദിവസവും ചെറുപ്പക്കാരതാ ബൈക്കിൽ ഇങ്ങനെ ബൈക്ക് ഉയർത്തിപ്പിടിച്ചും അതിന്റെ ശബ്ദം അട്ടഹസിക്കുന്ന, കാതടപ്പിക്കുന്ന നിലക്ക് മോട്ടോർ ബൈക്കിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ അനുവാദമില്ലാതെ, പാവപ്പെട്ട മനുഷ്യന് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ റോഡുകൾ മുഴുവൻ ബ്ലോക്കാക്കിയ മനുഷ്യരെ, അത്തരത്തിൽ ചിന്തിക്കുന്ന സഹോദര സഹോദരി, ആലോചിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ ഹബീബിനോട് സ്നേഹമുണ്ടോ? അവിടുന്ന് എന്താണ് പറഞ്ഞത്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. വഴിയിൽ ഉപദ്രവം ഉണ്ടാക്കലല്ല. വഴി തടസ്സം സൃഷ്ടിക്കുന്നത് ഈമാനിനെതിരാണ്. ഒരു വഴിയിൽ ഒരാൾക്ക് കടന്നു പോകേണ്ട സ്ഥലത്ത് ഒരു സൈക്കിൾ കൊണ്ടെങ്കിലും ഒരാൾ ബ്ലോക്കാക്കാൻ പാടുണ്ടോ? ഒരു ബ്ലോക്ക് നീക്കുന്നത് ഈമാനിൽപ്പെട്ടതല്ലേ, വിശ്വാസത്തിൽപ്പെട്ടതല്ലേ? അത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അനുയായികളെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, എങ്ങനെ നമുക്ക് ഈ ബൈക്കുമായി കൊണ്ട് രാജ്യത്തുള്ള ജനങ്ങൾക്കൊക്കെ ദ്രോഹമുണ്ടാക്കുന്ന നിലക്ക് ഈ ബൈക്കും കൊണ്ട് ഇങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണം എന്ന പേരിൽ നാടുറോട്ടിലും പ്രശ്നങ്ങളും വാഹനങ്ങളെ ബ്ലോക്കാക്കിക്കൊണ്ട് ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഇത് തോന്നിവാസമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയപ്പെടുക. നമുക്കൊക്കെ എത്തിച്ചേരാനുള്ളത് പരലോകത്തേക്കാണ്. അവിടെ നമുക്ക് ചോദ്യമുണ്ട്, നമ്മുടെ യുവത്വത്തെപ്പറ്റി ചോദ്യമുണ്ട്, നമ്മുടെ വിജ്ഞാനത്തെപ്പറ്റി ചോദ്യമുണ്ട്, സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലിശയിലൂടെയുള്ള ഇടപാടും വേണ്ട, കള്ളക്കടത്ത് വേണ്ട, കൊള്ള വേണ്ട, മയക്കുമരുന്ന് ബിസിനസ് വേണ്ട, മദ്യം വേണ്ട. മദ്യം കുടിച്ച് ആടിത്തിമർക്കുന്ന ചെറുപ്പക്കാരാണ്. മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കാനുള്ളതാണോ ഉറൂസുകൾ? മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കാനുള്ളതാണോ പെരുന്നാൾ സദസ്സുകൾ? ഉറൂസിന് പരിപാടി എന്ന ഇസ്ലാമിലില്ല, എന്നിട്ടല്ലേ ഒരു മദ്യക്കുപ്പി പൊട്ടിക്കൽ? അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഇസ്ലാമിലില്ലാത്ത പലതും കടത്തിക്കൂട്ടുന്നു. എന്നിട്ട് ആ രൂപത്തിലുള്ള സർവ്വതോന്യാസങ്ങളും വിവാഹങ്ങളോടനുബന്ധിച്ചും നടക്കുന്നു. പെണ്ണ് കാണാൻ പോകും, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പെണ്ണിന്റെ പള്ള കാണാൻ പോകുന്ന ആളുകൾ. പെണ്ണ് ഗർഭിണിയായാലേ വയറക്കരണ്ട് നോക്കാനൊരു ടീം പോയിട്ട് തിന്നു പോരുക അല്ലേ? ഫാത്തിഹ വിളിക്കാൻ മുസ്ലിയാക്കന്മാരും ഈ തോന്യാസങ്ങളൊക്കെ നടക്കുമ്പോ പെണ്ണിനതാ താലി ചാർത്തുന്നു, പെണ്ണിന് താലി ചാർത്തുന്നു പരസ്യമായി ആണുങ്ങളുടെ മുമ്പിലേക്ക്. അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് പന്തലിൽ വരുന്നു, വീഡിയോ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നു, അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് പോകുന്നു. എല്ലാ തോന്യാസങ്ങളും നടക്കുന്നു. എന്നിട്ട് പറയും ഞങ്ങളും മഹല്ല് ജമാഅത്തെ എതിർത്തിട്ടുണ്ട്. നിങ്ങളുടെ എതിർപ്പിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു തോന്നിവാസ കല്യാണത്തിനും ഇനി ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് ഈ മഹല്ലിലെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കട്ടെ. അവിടെയാണ് ആർജവം കാണിക്കേണ്ടത്. അതാണ് ഈമാനികമായ ആർജവം. ഒരിക്കലും ഞങ്ങൾ അതിന് വരില്ല. ഇത് എതിർക്കുന്നുണ്ട് എന്ന് പറയാ, പോകുക, എന്നിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ഫാത്തിഹ വിളിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഔലിയാക്കന്മാര് ദുനിയാവിൽ കാസർഗോഡ് മുതൽ മംഗലപദവും പിന്നെ തിരുവനന്തപുരം വരെ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ ദുർഗുണ്ടോ അവരെയൊക്കെ പേരിൽ, പിന്നെ അങ്ങനെ ഇന്റർനാഷണൽ വേറെ കുറെ എല്ലാവരെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ.
എന്തൊരു ഫാത്തിഹ ഓതുക. ചിലയിടത്ത് ചെന്നാൽ ദുആക്ക് വലിയ നീള, ചില വീട്ടിൽ ഭയങ്കര നീളമുള്ള ദുആ ആയിരിക്കും. അതെന്താ? അവിടെ കുറച്ച് വലിയ പണക്കാരന്റെ വീടാണ്, പാവപ്പെട്ടവന്റെ വീടാണ്, ഈ പെട്ടെന്ന് ദുആ കഴിഞ്ഞു. അങ്ങനെ ഉണ്ട് ഇസ്ലാമിൽ? ദുആ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെയല്ലേ? അതെന്താ മുസ്ലിയാക്കന്മാർ അങ്ങനെ ചെയ്യുന്നത്? വലിയ വലിയ ആളുകളുടെ വീട്ടിലാണെങ്കിൽ നീണ്ട ദുആ, കണ്ണന്മാരും ഹോജാക്കന്മാരും സാദാത്തിക്കളും സയ്യിദീങ്ങളും പച്ചക്കാരും മഞ്ഞക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് ഭയങ്കര ദുആ സമ്മേളനം തന്നെ. എന്ത് തോന്നിയാസം നടന്നാലും പ്രശ്നമല്ല. പാവപ്പെട്ടവനാണെങ്കിലോ പെട്ടെന്ന് കഴിഞ്ഞു ദുആ. കാരണം ഉസ്താദിന് നേതാവിന് അടുത്ത പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട്, ഉടനെ പോയി മുപ്പരി. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇങ്ങനൊരു പൗരോഹിത്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബിമാരിൽ പലരുടെയും നിക്കാഹ് നടന്നത് വരെ അന്നത്തെ ഖാദിയായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അറിയാതെ നടന്നിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മഹല്ലുകാരെ, നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? ഈ മഹല്ലിൽ നിങ്ങളറിയാതെ ഒരു കല്യാണം നടന്ന എന്താ പുകില്? എന്തായിരിക്കും പുകില്? ആഹാ, ഞാനിവിടുത്തെ ഖാദിയാരായിട്ട് ഞാൻ അറിയാത്തൊരു വിവാഹമോ? ഹമ്പട, അവനെ മഹല്ലെന്ന് പുറത്താക്കണം. എത്ര സ്ഥലത്ത് ഊരുവിലക്ക് നടന്നു, എത്ര സ്ഥലത്ത് മഹല്ല് ബഹിഷ്കരണം നടന്നു, എത്ര സ്ഥലത്ത് ഖബർസ്ഥാൻ ബഹിഷ്കരിക്കുന്നു. നടക്കൂല ജനങ്ങളെ, അതൊന്നും ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പുരോഹിതന്റെ കാർമ്മികത്വമൊന്നും ഒരു നിക്കാഹ് ശരിയാകണമെങ്കിൽ വേണമെന്നില്ല. വേണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനേതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അതാ മദീനയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് അത്തർ മണക്കുന്നു. ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ, നല്ല വാസന ഉണ്ടല്ലോ, അത്തറിന്റെ നിറക്ക് കാണുന്നുണ്ടല്ലോ, എന്താ പ്രത്യേകിച്ച്? അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ, ഞാൻ ഇന്നലെ വിവാഹം കഴിച്ചു, ഇന്നലെ എന്റെ നിക്കാഹായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? ഞാനിവിടുത്തെ സംയുക്ത ഖാദിയായിട്ട് ഞാൻ അറിയാത്തൊരു നിക്കാഹോ? പിടിക്കൂ അവനെ, പുറത്താക്കൂ അവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? എന്തെങ്കിലും ഒരു വെറുപ്പ് കാണിച്ചോ ആ മുഖത്ത്? എന്തെങ്കിലും ഒരു പ്രയാസം കാണിച്ചോ ആ മുഖത്ത്? ഉണ്ടായില്ല. സന്തോഷത്തോടെ പറഞ്ഞു, അതെ അബ്ദുറഹ്മാനെ കല്യാണം കഴിഞ്ഞു. ഓ, എങ്കിൽ വളരെ സന്തോഷം. ഔലിം വലൗ ബിശാത്തിൻ, ഒരാട്ടുംകുട്ടിനെയൊക്കെ അറുത്തിട്ട് എനിക്കും എന്തെങ്കിലും തരണട്ടോ, ഒരു വലീമത്തൊക്കെ എനിക്കും തരണേ, കോള് വരാൻ മറക്കരുത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന തങ്ങളെ, ഖാദിയാരെ, നിങ്ങളോട് പറയാതെ ഒരു നിക്കാഹ് നടന്നാൽ നിങ്ങൾ ഊരി വിലക്കുമല്ലേ? നിങ്ങൾ മഹല്ല് ബഹിഷ്കരിക്കുമല്ലേ? ഇസ്ലാം എവിടെ? നിങ്ങളെവിടെ? ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ തീരുമോ? എന്തെല്ലാം രൂപത്തിലുള്ള ആചാരങ്ങളാണ്, എന്തെല്ലാം കളകളാണ് ഈ സമുദായത്തിൽ ഉണ്ടാക്കി തീർത്തത്. ഓരോ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഓരോ കാലത്ത് പൊട്ടിമുളച്ചു. അവസാനം ഇപ്പൊ ഖുർആൻ വിൽപ്പനയും തുടങ്ങിയില്ലേ? ഖുർആൻ വിൽപ്പന, അത് കേട്ടിട്ട് നിങ്ങൾ? ഖുർആൻ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാള് ഒരു വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മൊയ്‌ലാൻ അവിടെ ചെന്നിട്ട് ആ ദുഃഖാർത്ഥനായിട്ടിരിക്കുന്ന ആളോട് ചോദിക്കണം, എല്ലാവരും മരിച്ചല്ലേ, എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ചെയ്യണം. എന്നാലേ സ്വകാര്യമായിട്ട് മൂപ്പരെ ചവിട്ടിൽ പറയണത്, ഒരു 30 ഖത്തം ഞാൻ ഓതിയതുണ്ട്, 40,000 ഹൈദർസാജി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30,000 അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട്? വേറെ രാജ്യക്കാർക്ക് 40,000 എന്റെ 30 ഖത്തം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കായതുകൊണ്ട് ഞാനൊരു 30 ഒപ്പിക്കാൻ. ഇങ്ങനെ ഖത്തം ഓതി വെച്ചിട്ട് അത് വിൽപ്പന നടത്തുന്നവൻ. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലുണ്ട് ഒരു യാസീൻ കെട്ട് വിൽപ്പന. യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഒരു ചരടിൽ കെട്ടിട്ട് വെച്ചിരിക്കുക. 150 ഉറുപ്പിക കൊടുത്താ ഒരു കെട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു. അപ്പൊ എന്തായി? ഒരു യാസീൻ നിങ്ങൾക്ക് തന്നു. ഓന്റെ സമുദായമേ, എവിടെ പോയി ഈ സമുദായം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുസ്ലിമേ നമ്മൾ ഓതിയാൽ എത്രയാണ് അതിന്റെ പുണ്യം? അതൊരാൾക്ക് വിൽക്കാനുള്ളതാണോ? അത് വിലപേശാനുള്ളതാണോ? നമുക്ക് പുണ്യം നേടാനുള്ളതല്ലേ? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത്, ഒരു സ്വലാത്ത് ഒരു മുസ്ലിം ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമല്ലേ ഉള്ളത്? അതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കിട്ടുന്ന ചാൻസിലെല്ലാം നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതില്ലേ? ഉണ്ട്. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച സ്വലാത്തുകളിൽ താജുസ്സലാത്ത് എന്ന് പറഞ്ഞ് സ്വപ്നം കാണാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് താജുസ്സലാത്തും അതുപോലെ തന്നെ പ്രത്യേക എണ്ണവും മണ്ണവും ഒക്കെ പോരിശയും ഒക്കെ പറഞ്ഞ് നാരിയ സ്വലാത്തും ഒക്കെ ചൊല്ലിക്കുന്ന ഈ സമ്പ്രദായം ഇസ്ലാമിൽ ഏത് കാലത്ത് കടത്തിക്കൂട്ടിയതാണ് പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇസ്ലാമികമായ